കൈരളി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിന് എൻ്റെ നമസ്കാരം. ഇന്ന് പരാതിയുമായി ഇവിടെ എത്തിയിരിക്കുന്നത് എരുമേലിയിൽ നിന്നും ബിന്ദുവാണ്. നമുക്ക് ബിന്ദുവിനെ വിളിക്കാം. എവിടെയാ ബിന്ദുവിന്റെ വീട്? എരുമേലി തന്നെയാണോ? എരുമേലിക്ക് അടുത്ത് തന്നെ, മുണ്ടക്കയം. ഓക്കെ. ആരൊക്കെയുണ്ട് വീട്ടില്? എൻ്റെ വീട്ടില് അമ്മയും രണ്ട് സഹോദരങ്ങളും ഒരു സഹോദരിയും. എല്ലാരും മൂത്തവരാണോ നിങ്ങളെ? ഞാനാ മൂത്തത്. താമസിക്കുന്ന ഭർത്താവിന്റെ വീട്ടില്? ഭർത്താവിന്റെ വീട്, ഭർത്താവ് തമിഴ്നാട്ടുകാരനാ, കന്യാകുമാരി ജില്ല. കേരളത്തിൽ അദ്ദേഹം? കേരളത്തിൽ ഇവിടെ ജോലിക്കായിട്ട് വന്നയാളാ. എത്ര വയസ്സിലായിരുന്നു കല്യാണം? ഞങ്ങളിപ്പം 2003 തൊട്ട് സ്നേഹിച്ച് കല്യാണമായിട്ട് നടത്തിയിട്ടില്ല. ഇല്ല. രജിസ്റ്റർ ചെയ്തിട്ടുമില്ല? ഇല്ല. അപ്പോൾ എത്ര വയസ്സിലായിരുന്നു കല്യാണം നടത്തിയത്? ഞാൻ ആദ്യം വിവാഹം കഴിച്ച രണ്ടുപേരും. ഇപ്പോഴത്തെ നിങ്ങളുടെ ഭർത്താവും നിങ്ങളും ആദ്യം ഒന്ന് വിവാഹം കഴിച്ചതാണ്. അദ്ദേഹത്തിന്റെ പേര് ശെൽവരാജ്? സെൽവൻ. ആദ്യത്തെ ഭർത്താവിന്റെ പേര് രാജ്കുമാർ എന്ന്. അദ്ദേഹമായിട്ട് ലീഗലായിട്ട് കല്യാണം നടത്തിയതാ? അല്ല. അതും നടത്തിയിട്ടില്ല? ഇല്ല. അതും സ്നേഹിച്ച് കല്യാണം കഴിച്ചായിരുന്നു? ആയിരുന്നു. അതെ. വീട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ട്? രണ്ടിലും വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ആ വിവാഹം എങ്ങനെയായിരുന്നു? പഠിക്കുമ്പോൾ ഒന്നിച്ച് അങ്ങനെ പഠിച്ചതിന്റെ ശേഷം ഈ റെഡ് ക്രോസിന്റെ ഒരു ഹോം നേഴ്സിംഗ് പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് ഇങ്ങനെ ജോലിക്ക് പോയി. അങ്ങനെ കണ്ടുമുട്ടിയ. അവിടെ വെച്ച് അദ്ദേഹത്തിന് എന്തായിരുന്നു ജോലി? അദ്ദേഹം ഈ വ്യാപാര മേള അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ച് ബിസിനസ് ചെയ്യുന്ന ആളാണ്. എക്സിബിഷൻ ഒക്കെ നടക്കുന്ന ഇതൊക്കെ ഇപ്പൊ നടത്തുന്ന ആള്. അങ്ങനെ കണ്ട് പരിചയപ്പെട്ടതാണ്. അതെ. എത്ര വർഷം ഒരുമിച്ച് താമസിച്ചു? 6 വർഷം. 6 വർഷം. അതുവരെയും ഈ 6 വർഷവും വീട്ടുകാർക്കൊന്നും താല്പര്യമൊന്നും ഉണ്ടായില്ല? ഇടയ്ക്ക് അത് കഴിഞ്ഞ് വീട്ടുകാരുമായിട്ട് സഹകരണമായിരുന്നു. നിങ്ങളുടെ വീട്ടുകാരുമായിട്ട്? എന്റെ വീടും അവരുടെ വീടുമായിട്ട്. അവരുടെ വീട്ടിലായിരുന്നു താമസം. എവിടെ? അത് എറണാകുളമായിരുന്നു. അവിടെയൊക്കെ പോകാൻ വരുകയും ചെയ്യുമായിരുന്നു. അവിടെ ആയിരുന്നു താമസം. പിന്നെ അവിടുത്തെ സാഹചര്യവും പുള്ളി പിന്നീട് ജോലിക്കൊന്നും പോകത്തില്ലാതെ ഒക്കെ അങ്ങനെ വരുവേം. പിന്നെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ ചുമ്മാ നിസ്സാര കാര്യം പറഞ്ഞ് വഴക്കുണ്ടാവുകയും അങ്ങനെ എവിടെയോ പോയിരുന്നിട്ട് വീട്ടിലേക്കല്ല, ആ നാട്ടിലേക്ക് ഫോൺ ചെയ്ത്. അപ്പം വീട്ടിലുള്ളവർ വിചാരിച്ച് പിള്ളേർക്ക് എന്തെങ്കിലും അസുഖമായിരിക്കും എന്ന് ഓർത്തിട്ട് ആങ്ങളെ അവിടെ വന്നപ്പോഴത്തേക്കും അവിടുത്തെ നാട്ടുകാരെല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പം 2-3 ദിവസം കൂടെ നോക്കാമെന്നും പറഞ്ഞ് അവിടെ നിന്നു. അപ്പം ഞാൻ ഈ അത്രയും ദിവസം 2-3 മാസം നാട്ടുകാരുടെയൊക്കെ ചെലവിലാണ് വന്നിട്ടില്ല. എവിടെയാണെന്നൊരു അഡ്രസ്സും ഇല്ല. എന്നിട്ട് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന എറണാകുളത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു. അവരുടെ തന്നെ ഒരു റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. വീട്ടുകാർ അവരുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു, പെങ്ങന്മാരുടെ മക്കളും ഒക്കെ ഉണ്ട്. ഞാൻ നാട്ടുകാരുടെയും അംഗൻവാടിയുടെ അങ്ങനെയുള്ള സഹായത്തിൽ ഞാൻ അവിടെ 2 മാസത്തോളം അവരുടെയൊക്കെ ചെലവിൽ ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പം നാട്ടിലേക്ക് അറിയിച്ചതിന്റെ പേരിൽ ആങ്ങളെ വരുകയും, അപ്പം ഞാൻ മൂത്തതായതുകൊണ്ട് ആങ്ങളമാര് എന്റെ ഇടയത്തങ്ങളാ. അല്ല, അവരുടെ വീട്ടിൽ നിങ്ങൾ 6 വർഷമായിട്ട് താമസിക്കുന്ന ഒരു അവസ്ഥയിൽ അവരുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് ആഹാരം തരുകയും സഹായിക്കുകയൊന്നും ചെയ്യത്തില്ല? ഇല്ല. എന്നെ അവിടെ ചെന്നിട്ട് അവരെന്നെ ജോലിക്ക് വിടുമായിരുന്നു. കൂലിപ്പണിക്ക് എന്നെ ഒരു പെങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും, അപ്പം ജോലി ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു പൈസ പോലും തരത്തില്ല. ഈ പൈസ മുഴുവനും കൊണ്ട് അവരുടെ കൈ കൊടുക്കണം. അങ്ങനെ ഒരു നിബന്ധന. അങ്ങനെ ആ നിബന്ധന അംഗീകരിക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുക. അങ്ങനെ പ്രശ്നങ്ങളായെന്നല്ല, ഒരു ജോലിക്കും പോകാതെ കുഞ്ഞു പിള്ളേരായി ജോലിക്ക് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. 2-3 മാസമായ കൊച്ചിനെയും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തുണി വാരിയിട്ട് തീയിടുന്ന ഒരു അവസ്ഥയിലേക്കും ഈ അമ്മയൊക്കെ പറയുന്ന വാക്കിനനുസരിച്ച് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ നാട്ടുകാർ ഈ തുണികൾ വാരിക്കൊണ്ടുപോയി അയൽവക്കത്തെ വീട്ടിൽ വെക്കുകയും അവർ എന്നെ ഈ റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുകയും പിള്ളേർക്കും എനിക്കുള്ള ഭക്ഷണം ചോറായിട്ടും അരിയായിട്ടും അത് വെച്ച് വേവിക്കാനുള്ള വിറക് അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തു തരുമായിരുന്നു. അങ്ങനെ ചെയ്തു തന്നെ 2 മാസത്തോളം അവിടെ ജീവിച്ചിരിക്കുമ്പോഴാണ് ആങ്ങളെ വരുന്നതും. ആങ്ങളെ ഇങ്ങനെ എവിടുന്നോ ഫോൺ ചെയ്തതിൻ്റെ പേരിൽ വന്നതാണ്. അങ്ങനെ വന്ന് 2-3 ദിവസം കൂടെ ആങ്ങളെ പറഞ്ഞ് നോക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരമില്ല ആർക്കും? ഇപ്പം വിവരമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം എരുമേലിയിൽ തിരക്കി വന്നു ശബരിമലയ്ക്ക് പോകാൻ വന്ന ആള് അങ്ങനെ വീട്ടിൽ കയറി വരുവേം എന്നോട് വരാൻ പറയുകയൊക്കെ ചെയ്തു. അന്നേരം ഞാൻ പോയില്ല. എത്ര നാൾ കഴിഞ്ഞിട്ട് പോന്നു കഴിഞ്ഞ്? ഒരു വർഷത്തോളം
ഒരു വർഷത്തിന്റെ മേളിലായപ്പോഴാണ്. ഈ ഒരു വർഷം വരെ നിങ്ങളുടെ വീട്ടുകാരോ ആരും പോയി അദ്ദേഹത്തെ അന്വേഷിക്കോ? ഇല്ല, ഞങ്ങൾ അവിടെ വന്നാണല്ലോ കൂട്ടിക്കൊണ്ട് വന്നു. അതെ, വന്നതിന് ശേഷം പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലോ ഒന്നും വിളിച്ചില്ല. അങ്ങോട്ടാരും അന്നൊന്നും ഇപ്പൊ ഉള്ള ഫോൺ സംവിധാനം അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഇത്രയും ദൂരം ആയതുകൊണ്ട് പോയി ആരും അന്വേഷിച്ചു. ഈ ഒരു വർഷം നിങ്ങൾ കുട്ടികളുമായിട്ട് നിങ്ങളുടെ വീട്ടിൽ താമസിച്ചു. എന്നിട്ട് വീട്ടിൽ താമസിച്ചെങ്കിലും അമ്മയെന്ന് പറയുന്ന അമ്മയാണേലും അമ്മയാണോ അമ്മയമ്മയാണോ ചിറ്റമ്മയാണോന്ന് അങ്ങനെ ഒരു അമ്മയാണ്. അപ്പം അവിടുത്തെ വീട്ടിലെ ജീവിതം ബുദ്ധിമുട്ടായിരുന്നു. ആങ്ങളമാർ ചിലവിന് തരുകയും അപ്പോൾ ആങ്ങളമാർ ചിലവിന് തരുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല. അവർ ഒളിച്ചും പാത്തും തരുന്നൊരവസ്ഥയ്ക്ക് എത്തി. അങ്ങനെ അവർക്ക് എന്തായിരുന്നു നിർബന്ധം? നിങ്ങളുടെ സ്വന്തം അമ്മ തന്നെയല്ലേ? സ്വന്തം അമ്മയാ, അമ്മ തന്നെ. അപ്പൊ അവരുടെ ഇഷ്ടക്കേടെന്ന് പറയുന്നത് നിങ്ങൾ ഭർത്താവിനെ സ്വന്തം ഇഷ്ടത്തിനൊരു കല്യാണം കഴിച്ചു പോയി, ഇപ്പൊ മക്കളായി കഴിഞ്ഞപ്പോ ഇവിടെ ഒന്ന് താമസിക്കുന്നു, തിരിച്ച് നിങ്ങൾ പോണം എന്നായിരിക്കും അല്ലേ? അല്ലല്ല, അങ്ങനെ ഉണ്ട്. ഈ ഞാൻ പോയി 2 പിള്ളേരുള്ളത് കൊണ്ട് മാത്രമല്ല, ഞങ്ങളെല്ലാ മക്കളോടും ഈ ഒരു സമീപനം അമ്മയ്ക്ക് ഇന്നും ഈ നിമിഷം വരെയും എല്ലാ മക്കളോടും അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് എന്നോട്, ഞാൻ മൂത്ത ആളായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എന്നോട് പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കിയെന്നല്ല, ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല. ഇടയ്ക്കൊരു കുറച്ച് നാൾ മിണ്ടുകയും പറയുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പം ഞാൻ ഈ സെൽവനുമായിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായി. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ ലോൺ വീട് കിട്ടിയപ്പോഴത്തേനും പണിയാനായിട്ട് സെൽവൻ്റെ പണിക്കാരെയായിട്ട് അവിടെ വന്ന് വീട് പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി, ഈ ചില സമയത്ത് ഈ പണിക്കാർക്കുള്ള ഭക്ഷണം കൂടി ഉണ്ടാക്കി ഞാൻ അവിടെ കൊണ്ടു കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ അമ്മ കാലൊടിഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം പോയി ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഞാൻ പോന്നു കഴിയുമ്പോൾ എന്നെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് പിള്ളേര് കേട്ടിട്ട് നിങ്ങൾ ആദ്യം രാജ്കുമാറുമായിട്ട് ഒളിച്ചോടി പോകുന്നതിന് മുൻപും അമ്മയുടെ സമീപനം അങ്ങനെയായിരുന്നു. അങ്ങനെ എന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അടിച്ചതിനകത്ത് കയറരുതെന്നും പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്, കല്യാണത്തിനൊക്കെ മുൻപ്. പൊതുവെ അവര് ഒരു കർക്കശ സ്വഭാവക്കാരി ആയിരുന്നു. അങ്ങനെ ആണ് ഞാൻ ഈ ആളുടെ കൂടെ പോകുന്നത്. അച്ഛനങ്ങനത്തെ സ്വഭാവക്കാരൻ? അച്ഛനും മോശ സ്വഭാവമാണ്. അപ്പം അച്ഛൻ്റെ സ്വഭാവം മോശം, ഞങ്ങളെ മക്കൾ കാരണക്കാരല്ലല്ലോ. മോശം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മദ്യപിക്കുകയും അല്ലാതെ മോശ സ്വഭാവമാണ് ആയിരുന്നു. സ്ത്രീകളോടൊക്കെ മോശം സ്വഭാവം. സ്ത്രീകളോടും പൊതുവെ ഒരു അന്നൊക്കെ ഈ മീഡിയ ഒന്നും ഇല്ലാതെ പോയതുകൊണ്ട്, അല്ലെങ്കിൽ ഇവരൊക്കെ നേരത്തെ മീഡിയയിൽ വരികയും അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടിയും അങ്ങനെ വരേണ്ട ഒരാളാണ്, ഒരു വ്യക്തിയാണ്. ഇന്നും എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. മക്കളോടൊക്കെ മോശമായിട്ട് പെരുമാറുന്ന സ്വഭാവക്കാരനാണ്. മക്കളോട് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ അമ്മയ്ക്കറിയാവോ? അമ്മയ്ക്കറിയാം, നാട്ടുകാർക്ക് അറിയാവുന്നവരുണ്ട്. ചിലപ്പോൾ അത് അബോധാവസ്ഥയിലായിരിക്കും. അതോ എപ്പോഴും എപ്പോഴും അല്ല, മദ്യമാണല്ലോ. ഈ മദ്യം കുടിച്ചേച്ച് വരുമ്പോൾ വീട്ടിലെന്നും ഞങ്ങളുടെ കുഞ്ഞിലെ തൊട്ടേ എന്നും അടിയും വഴക്കും അലമ്പും വഴക്കും ഒക്കെയാണ്. അപ്പോൾ അമ്മ ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് കുഞ്ഞിലെയൊക്കെ ബന്ധുക്കളുടെ വീടുകളിലും ഒക്കെ പോകുമായിരുന്നു. പിന്നെ വലുതായി കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഇപ്പം ഞാനിങ്ങനെ പോയതുകൊണ്ടെന്നല്ല, എല്ലാ മക്കളോടും ഇങ്ങനെ ഇതൊക്കെ തന്നെ. എൻ്റെ അനിയത്തിനോടും മിണ്ടാതെയും പറയാതെ ഇരുന്നിട്ടുണ്ട്. ആങ്ങളെ ഇപ്പം വിവാഹം കഴിക്കാത്തൊരാങ്ങളെ കൂടെയുണ്ട്, അവനുമായിട്ടും ശത്രുക്കളെ കാണുന്നില്ല. അപ്പം ഇപ്പം ആങ്ങളൊക്കെ കല്യാണക്കാര്യം വന്നപ്പം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരികയും ഞങ്ങളോട് ചെല്ലണമെന്ന് പറയും. ഞങ്ങളവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കുഞ്ഞിലെ ഞങ്ങൾ കാരണമല്ലോ അപ്പനിങ്ങനെ ആയത്. അപ്പൻ്റെ സ്വഭാവം അവർ സ്നേഹിച്ച് കെട്ടിയതായിരുന്നു. അപ്പോൾ അപ്പൻ്റെ സ്വഭാവം അറിയാമായിരുന്നെങ്കിൽ അപ്പനെ നന്നാക്കണമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേനും എന്നെ ഒത്തിരി അസഭ്യ വാക്കുകൾ പറയുകയും ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്ന് എന്നോട് ചോദിച്ച്. ഞാൻ പറഞ്ഞ് അങ്ങനെ ഇത്രയും നാൾ ഞാൻ കേട്ടതിന് ഇന്ന് വരെ എതിർത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഈ പറയുന്നവരെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. മിണ്ടാതിരിക്കും, അത് വേറെ. എന്നാലും അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് തിരുത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഇനി അത് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, ഇതൊന്നും ഞങ്ങളെ വരുത്തി വെച്ചതല്ലല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞിട്ടും മിണ്ടാത്തില്ലാത്ത സമയത്തായി കയറി ചെല്ലുന്നത്. ഇപ്പോഴും മിണ്ടത്തില്ല. ഞാൻ പറഞ്ഞേച്ച് ഞാനിങ്ങനെ പോയി, ആങ്ങളെയും പെങ്ങളും കൂടെ കൂടി എന്നെ കുറ്റം വിധിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ച്. അങ്ങനെ ഒരു വീട്ടിലെ ആ സാഹചര്യ മോശം കൊണ്ടാണ് ഞാൻ എന്നിട്ട്. പക്ഷേ ഈ ഒരു വർഷം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് ചെന്നപ്പോൾ നിങ്ങളുടെ അമ്മ നിങ്ങളെ പുറത്താക്കിയില്ല? നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് കല്യാണം കഴിച്ച് പോയിട്ടോ ഒന്നും അങ്ങനെയൊന്നും ചെയ്തില്ല? അവരെന്തായാലും അവര് നിങ്ങളെ അവിടെ താമസിപ്പിച്ചെങ്കിലും താമസിപ്പിക്കുന്ന ഇഷ്ടക്കുറവുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളും. അപ്പം ആഹാരം വീട്ടിൽ വെക്കത്തില്ല, അപ്പം വെച്ചാലും ഇതൊന്നും സത്രമൊന്നും അല്ല ഇവിടെ വെച്ച് വിളമ്പാനായിട്ട്, നിനക്ക് വേണം നീ ഹോട്ടലിൽ പോയി കഴിച്ചോണം. അങ്ങനെ ആങ്ങളോട് പറയുന്നൊരു സാഹചര്യത്തിലെത്തുകയും എൻ്റെ വീട്ടിലും എനിക്ക് നാട്ടുകാർ ചിലവിന് തരുന്ന അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ അടുത്ത വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് ഇതുപോലെ പണിക്ക് പോകാനായിട്ട് എന്നെ പണിക്ക് വിളിച്ചു. അപ്പം അമ്മ പിള്ളേർ കൊച്ചുങ്ങളാണ്, എന്നാലും അമ്മ വേറെങ്ങും പോകുന്നില്ലാത്തതുകൊണ്ട് അമ്മയോട് അവർ തന്നെ
റെക്കമെൻഡ് പോലെ ചോദിച്ചു, എന്നെ കൊണ്ടുപോവാ, ഞാനും കൂട്ടിക്കൊണ്ട് പൊക്കോട്ടെ, പിള്ളേരെ നോക്കുവോ എന്ന് ചോദിച്ച്. അന്നേരം നോക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പണിക്ക് പോയി. കുറച്ച് ദിവസമേ പോയുള്ളൂ. അങ്ങനെ പണിക്ക് വേണ്ടി ചെന്നതാണ് എരുമേലിയിൽ. ശെൽവൻ ഉള്ള സ്ഥലത്ത്. ആ സമയത്ത് നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ അമ്മയാണ് നോക്കുന്നത്? അതെ. അങ്ങനെ പണിക്ക് വേണ്ടി ചെന്നപ്പോഴത്തേന് ഈ സെൽവന് ആര് പറഞ്ഞാണോ എങ്ങനെയാണോ, സെൽവൻ എൻ്റെ കാര്യങ്ങളെല്ലാം എന്നോട് ഇങ്ങോട്ട് പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്തു. ഇനി ഒരു കല്യാണം ഞാൻ പറഞ്ഞ് അതൊക്കെ. അപ്പം ഞാനിങ്ങനെ 2 കെട്ടിയ 3 അങ്ങനെയൊക്കെ ഈ എറണാകുളത്തൊക്കെ ഇങ്ങനെ മോശമായിട്ടൊക്കെ ആൾക്കാരെ കണ്ടിട്ടുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും ഈ നാട്ടിലതൊന്നും നടക്കുന്നതല്ല, അതൊക്കെ എറണാകുളം സ്റ്റൈലാ എന്ന് ഞാനങ്ങ് പറഞ്ഞു. അതെല്ലാം എറണാകുളത്ത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അല്ല, ഞാൻ അവിടെ ആയിരുന്നോണ്ട് എന്റെ അല്ല, അവിടെ ചെന്നപ്പോ ഞാൻ എന്റെ അല്ല ഇങ്ങനെ ഈ 2-3 കല്യാണങ്ങളൊക്കെ കഴിച്ചിട്ട് തോന്നിയത് പോലെയൊക്കെ നടക്കുന്ന ഒരു സ്റ്റൈൽ എറണാകുളം സ്റ്റൈൽ. എറണാകുളത്ത് 2 വിവാഹം കഴിച്ചവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാനിത് കണ്ടിട്ടില്ല. അപ്പൊ ഇപ്പോഴല്ല അവർ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ എറണാകുളം വലിയൊരു പട്ടണമാണ് എരുമേലിയെ സംബന്ധിച്ച്. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് പട്ടണമാണേലും ഇങ്ങനെ ആൾക്കാർ തിങ്ങിപ്പറക്കുന്ന ഒരു ഏരിയ ഉണ്ടാകുമല്ലോ. അപ്പം അവിടെ ഈ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരും അങ്ങനെ സാധാരണക്കാരെ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ടാകും. അങ്ങനെയുള്ളിടത്തൊക്കെ ഈ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവരും അങ്ങനെയൊക്കെ 2ാമത് കെട്ടിയവരും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ അന്നത്തെ ആ പ്രായത്തിലും ആ കാലഘട്ടത്തിലും ഞാനിത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അന്നത്തെ എൻ്റെ ആ രീതിയിൽ ഞാൻ അങ്ങനെ സംസാരിച്ചു. അങ്ങനെ അത് കുറ്റമായിട്ട് പറയുന്നത് അന്നെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള എനിക്ക് ഉള്ള പക്വത അന്ന് എനിക്ക് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ഇപ്പം നേരത്തെ ആണെങ്കിലും മേഡം എൻ്റെ അടുത്ത് സംസാരിച്ച് ഞാൻ പറയുമായിരുന്നു, ഇങ്ങനെ ഇന്നത്തെ ഈ പക്വത എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു എനിക്ക് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ പണിക്ക് വന്ന് അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞെല്ലാം പരിചയപ്പെട്ട് പിന്നെ അപ്പോൾ ഈ വീട്ടിലെ ഈ സാഹചര്യം ഇങ്ങനെയൊക്കെ അമ്മ ഇതുപോലെ ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ഞാൻ ഈ സെൽവൻ്റെ കൂടെ പോരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പോരുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീടും അന്തരീക്ഷവും അതൊക്കെ നല്ലോണം അന്വേഷിച്ചായിരുന്നു അന്ന്? അങ്ങനെ അന്വേഷിച്ചിട്ട് കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞതെല്ലാം മൊത്തം ഒന്നും ശരിയല്ലായിരുന്നു. കുറെ കാര്യങ്ങൾ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നത് വിശ്വസിച്ചിരിക്കണമല്ലോ, അതുകൊണ്ടാണല്ലോ. അന്നത് അദ്ദേഹം വേറെ കല്യാണം കഴിച്ചാണെന്ന് പറഞ്ഞോ? കല്യാണം കഴിച്ചതാന്നും ഭാര്യനെ ഉപേക്ഷിച്ചതാന്നും പറഞ്ഞായിരുന്നു. അതില് മക്കളുണ്ടോ അദ്ദേഹത്തിന്? മക്കളുണ്ട്. എത്ര പേരുണ്ട്? അവര് 3 ആൺപിള്ളേരുണ്ട് അദ്ദേഹത്തിന്. മുതിർന്ന മക്കൾ? അത് ഭാര്യയുടെ കൂടെയാണോ? അത് ആ മക്കള് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയുടെ കൂടെയാണോ? ഭാര്യയുടെ കൂടെയും ഇവരുടെ തന്നെ അമ്മയുടെയും അനിയന്മാരുടെയും ഇവരുടെയൊക്കെ തന്നെ സംരക്ഷണയിലാണ്. ഒന്നിച്ചല്ലെങ്കിലും ചില എൻ്റെ കൈ പൈസ തന്ന് ഞാൻ അയച്ച് പോസ്റ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആദ്യം ഒക്കെ. പിന്നെ അത് നിയമപരമായിട്ട് ബന്ധം വേർപെടുത്തിയതാണോ ആദ്യത്തെ ഭാര്യയായിട്ട്? വേർപെടുത്തിയിട്ടില്ല. അവര് ഇവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ പോവുകയും വരുകയും. ഭാര്യയായിട്ട് പിണങ്ങി അദ്ദേഹം താമസിക്കുന്നു, വലിയ യോജിപ്പിലല്ല. അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഈ സെൽവൻ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ അവിടുന്ന് വന്നതിന് ശേഷം പല പെണ്ണുങ്ങളുമായിട്ട് ഇങ്ങനെ സ്നേഹിച്ച് അതിൽ അങ്ങനെ ഒത്തിരി പേരുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. പക്ഷെ അത് അങ്ങനെ എങ്ങനെ മനസ്സിലായെന്നുള്ള ആൾക്കാരൊക്കെ പറയൂ? ആൾക്കാർ പറഞ്ഞല്ല, സെൽവൻ തന്നെ പിന്നീട് പറഞ്ഞ കാര്യങ്ങളാ. എല്ലാവരുമായിട്ടൊക്കെ എനിക്ക് അടുപ്പം ഉണ്ടായിരുന്നു പിന്നീട് പറഞ്ഞ കാര്യങ്ങളാ. അപ്പം അത് അങ്ങനെ ആയിരുന്നു എന്നുള്ളത് ആദ്യം അറിയത്തില്ലായിരുന്നു. പിന്നീട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പം അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു. അത് സത്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? സത്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ ജീവിച്ച ശേഷവും ഒരു ജാൻസി എന്ന് പറഞ്ഞ അവരുടെ അമ്മാവൻ്റെ മകളാന്ന് പറഞ്ഞ ഒരു പെണ്ണുമായിട്ട് ബന്ധം കൂടി അവരുടെ കൂടെ പോയി താമസിക്കുക വരച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഇവിടെ വന്നതിൻ്റെ ശേഷവും ഞാൻ ആ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ എന്ന് വരെ സമ്മതിച്ചു. ഒന്നിച്ച് താമസിച്ചെന്ന് പറയാൻ സ്ഥിരമായിട്ട് അങ്ങനെ പോയി നാട്ടിൽ പോകാന്നും പറഞ്ഞ് പോകുമ്പോൾ അപ്പം ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമെന്ന് തോന്നി എനിക്ക് സംശയം തോന്നാൻ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു അപാകത വരുമ്പോഴത്തേക്കും വീട്ടിൽ പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുകയും വഴക്ക് പതിവായി കഴിയുമ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. ഞാൻ അങ്ങ് ചോദിക്കും. അപ്പോൾ എനിക്ക് CIDയുടെ പണിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറയും. അപ്പോൾ 2 മാസക്കാലമായിട്ട് സിം ഒരു പോക്കറ്റിലിടുന്നൊരവസ്ഥയുണ്ടായി. നിങ്ങൾ പിടിച്ചു വാങ്ങിക്കോ പറ്റോ ചെയ്യുമോ? പിടിച്ചു വാങ്ങിയിട്ടില്ല. ഞാൻ ഫോൺ നമ്പരൊക്കെ എടുത്ത് നോക്കും. അങ്ങനെ നോക്കുമെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഈ വിളിക്കുന്ന ആൾക്കാർ ഫോൺ വിളിക്കുന്ന കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ നോക്കും. അങ്ങനെ നോക്കുന്നതിന്റെ പേരിൽ വീട്ടിൽ ലാൻഡ് ഫോൺ മേടിച്ച് വെച്ചത് അടിച്ചു പൊളിച്ച് ഞാൻ ഇങ്ങനെ എല്ലാരെയും വിളിക്കുന്നെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ആ നമ്പറിലോട്ട് വിളിച്ച് ചോദിക്കുകയും ചെയ്യും എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിളിച്ചിട്ടുള്ളതിന്റെ പേരിൽ ലാൻഡ് ഫോൺ അടിച്ച് പൊട്ടിച്ചിട്ട്
ഈ സിമ്മ് ഒരു പോക്കറ്റിൽ ഇടാൻ തുടങ്ങി. അപ്പോൾ 2 മാസത്തോളം ഇങ്ങനെ സിമ്മ് ഒരു പോക്കറ്റിലിടാൻ ഭയങ്കര വഴക്കല്ലായി. പോലീസ് സ്റ്റേഷൻ വരെ എത്തിയിട്ടുണ്ട്. 4-5 തവണ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലെല്ലാം പോയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ എന്ത് പരാതി? ഫോൺ അടിച്ചു പൊട്ടിച്ചതിന്റെ പേരിലല്ല, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉപദ്രവിക്കുന്നെന്ന് പറഞ്ഞാൽ ആയുസിന്റെ ബലം കൊണ്ടൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപദ്രവിച്ചിട്ട് അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേന് അങ്ങനെ ഉപദ്രവിച്ച് ഈ ഒരു പ്രശ്നം വന്നപ്പം. അപ്പൊ ഇതിനിടയ്ക്ക് എപ്പോഴാണ് മറ്റേ രാജ്കുമാർ വന്ന് വിളിച്ചത് ശബരിമലയ്ക്ക്? അത് ഈ സെൽവനുമായിട്ട് താമസിക്കുന്നതിനൊക്കെ മുന്നേ അതിന്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞ് വന്നിട്ടില്ല. അതിനും ആദ്യത്തെ സമയത്ത് കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിൽ വന്ന ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് അന്നേരം വന്നോളൂ, പിന്നെ വന്നിട്ടില്ല. പിന്നെ ഒരിക്കലും രാജ്കുമാർ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഈ കുഞ്ഞുങ്ങളെ കാണാനും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് അച്ഛനെ നല്ല ഓർമ്മയുണ്ടോ? ഇല്ലില്ല, ഓർമ്മയില്ല. ഓക്കെ, അപ്പം അവരെ സംബന്ധിച്ച് ശെൽവനാണ് സംരക്ഷകൻ, നോക്കുന്ന ആള്. സംരക്ഷകൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിള്ളേരെ ഒരാളെ മാത്രം കൂടെ നിർത്തുകയും മൂത്ത ആളെ അമ്മയുടെ അടുത്ത് നിർത്തിയേക്കുമായിരുന്നു. ഇപ്പോഴും അമ്മയുടെ അടുത്ത് നിന്നുകൊണ്ടാ സ്കൂളിൽ പോകാൻ വരുന്നത്. അപ്പം അവര് ഇപ്പൊ ഇതില് 2 കുട്ടികളുണ്ട്, മൊത്തം 4 കുട്ടികളുണ്ട്. 4 കുട്ടി. ഇത് 2 കുട്ടികളിൽ ആണും പെണ്ണും അതും ആണും പെണ്ണും. രാജ്കുമാറിലെ 2 കുഞ്ഞുങ്ങൾ, 2 പിള്ളേർ, 2 കുഞ്ഞുങ്ങൾ. അപ്പൊ മൂത്ത ആൾ അമ്മയുടെ അടുത്ത്, എന്റെ അമ്മയുടെ അടുത്ത്, അമ്മയെ ആങ്ങളെയും താമസിക്കുന്നിടത്താ. അപ്പം ഈ ഒരാളെ അന്ന് തൊട്ടേ അമ്മ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമ്മ വേറെ എങ്ങോട്ടും പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മൂത്ത കുട്ടി അവിടെ തന്നെ നിൽക്കുക. അമ്മ അതൊക്കെ ചെയ്യൂല്ലേ? അമ്മ അതൊക്കെ ചെയ്യും. പിള്ളേരോട് അങ്ങനെ വലിയ കുഴപ്പമില്ല. എന്നാലും ഇപ്പൊ ഇച്ചിരി വലുതായല്ലോ, അപ്പൊ അതിൻ്റെതായ രീതി. എന്നാലും അവൻ അങ്ങനെ ഒരു പിണക്കോ അങ്ങനെയൊന്നും ഇല്ല. ചെറുക്കൻ എന്നാ പറഞ്ഞാലും അവൻ അങ്ങനെ ആരെന്നാ പറഞ്ഞാലും അത് എന്നെ അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലാത്തത് കൊണ്ട് അവൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് അവൻ അവിടെ നിൽക്കുക. ബാക്കി 3 കുട്ടികളും നിങ്ങളുടെ കൂട്ടത്തിൽ? ബാക്കി 3 കുട്ടികളും എൻ്റെ കൂട്ടത്തിലായിരുന്നു. ഇടയ്ക്ക് ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മൂത്ത കൊച്ചിനെ അമ്മയുടെ അടുത്ത് നിർത്തിയിട്ട് ഞങ്ങൾ 2 വർഷം തമിഴ്നാട്ടിൽ പോയി താമസിച്ചു, തിരുനെൽവേലി പോയി താമസിച്ചു. അവിടുന്ന് 2 വർഷത്തിന് ശേഷം ഇവിടെ വന്നിപ്പം 3ാമത്തെ വർഷം ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം കൊച്ചിനെ ഒരു സ്കൂളിൽ നിന്നുള്ള ടീച്ചർ തന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് മേലുകാവിൽ CSIയുടെ ഒരു വകയിൽ ഓർഫനേജ് പോലെയുള്ള ഒരു ഹോസ്റ്റൽ, അവർ ഫ്രീ അല്ല, നമ്മളൊന്നും ചെയ്യണ്ട. ഡ്രസ്സ് അത്യാവശ്യം ഉള്ളതൊക്കെ ചെയ്യണമെന്നുള്ളൂ, പൈസ ചിലവൊന്നുമില്ല. അവിടെ നിർത്തി പഠിപ്പിക്കുക. ഈ വർഷം 10ാം ക്ലാസ്. ഈ അത്യാവശ്യം ഉള്ള കാര്യങ്ങളൊക്കെ അവരുടെ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്? അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതും ഒക്കെ അത് വീട്ടിൽ നിന്ന് ആങ്ങളമാരാ ചെയ്തു കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം കൊണ്ടുവിട്ട സമയത്തും ആങ്ങള പൈസ തന്ന് എല്ലാം മേടിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് തയ്യൽ അറിയാം, പക്ഷെ തയ്ക്കാനും അല്ലെ എങ്ങും വിടും. അല്ല, ശെൽവന്റെ മക്കളുടെ കാര്യവും ശെൽവൻ നോക്കാറില്ലേ? അത് നോക്കുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴുള്ള 2 കുട്ടികളെ നോക്കും, മറ്റേ 2 കുട്ടികളുടെ കാര്യം നോക്കാറില്ല. പക്ഷെ വീട്ടിൽ നിന്ന് അവർക്ക് ചെയ്തു കൊടുക്കാൻ വീട്ടുകാർക്ക് അതിനുള്ള സൗകര്യമില്ല. വീട്ടിലെ എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ എൻ്റെ പിള്ളേർക്ക് അവർ ചെയ്യാനായിട്ട് അവർക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ലത് വേറെ ഉണ്ടെങ്കിലും ചെയ്യാൻ സന്നദ്ധത ഇല്ല. പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള സാമ്പത്തിക ശേഷി ഇല്ല. അപ്പൊ ഇപ്പൊ ഞാൻ എന്നിട്ട് ഇപ്പൊ ഈ വർഷം സ്കൂളിലേക്ക് ആക്കിയപ്പോ കൊച്ചിന് ആദ്യം 10 ബുക്കും മേടിച്ചു കൊടുത്തിട്ട് ഒരു ചെരുപ്പം മേടിച്ച് ഞാൻ കൊണ്ടുവിട്ടില്ല. മൂത്ത മോന്റെ പറഞ്ഞു വിടുമായിരുന്നു. നിങ്ങളുടെ വരുമാനം അങ്ങനെ? നിങ്ങൾക്ക് ജോലി ഉണ്ടോ? തയ്യലറിയാം, പക്ഷെ എങ്ങും പോകുന്നില്ല. ഇപ്പൊ സ്കൂൾ സീസൺ ആകുമ്പോൾ യൂണിഫോം അത്യാവശ്യം 1-2 പേര് അറിയാവുന്നവർ കൊണ്ട് തരും, വീട്ടിലിരുന്ന് അത് തയ്ച്ചു കൊടുക്കും. അങ്ങനെ 500 രൂപ അന്ന് ചിലവാക്കി വിട്ടു. കഴിഞ്ഞ ദിവസം പുസ്തകത്തിൻ്റെയും സ്കൂൾ മാഷിൻ്റെ എല്ലാം കൂടെ പൈസ ഒരു 600, പിന്നെ 750 രൂപ കൊച്ചിൻ്റെ കയ്യിൽ ഞാൻ കൊണ്ട് കൊടുത്ത് 200 രൂപയ്ക്ക് വേറെ സാധനം മേടിച്ചു കൊണ്ടുപോയി ഞാൻ സ്വന്തമായിട്ട് പൈസ ചിലവാക്കിക്കൊണ്ട്. അപ്പം പോകുമ്പോൾ സെൽവൻ എന്നോട് ചോദിച്ചു പൈസ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറയാൻ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു 2,500 ബാക്കി ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2,500 ബാക്കിയോ? 2,500 1,500 400 ഇരുന്നതിൽ അനിയന് 200 കൊടുത്ത്, പിന്നെ 10-40 രൂപ ചിലവായിപ്പോയി. ബാക്കി 160 രൂപ ഇരുന്നത് കൊച്ചിന് ഞാൻ യൂണിഫോമിന് തുണി എടുത്തു. പിന്നെ 500 രൂപ ഇരുന്നത് പണിക്കാർക്ക് അന്ന് 500 അങ്ങ് കൊടുത്തു. വേറെ അതിൽ പൈസയൊന്നുമില്ല, അങ്ങനെ പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഏത് പണിക്കാർക്ക്? സെൽവൻ പണിക്കാരെ നിർത്തി ഈ ബിൽഡിങ്ങിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാ. അതെന്തിനാ ബിന്ദു കൊടുക്കുന്നത്? അപ്പൊ എന്റെ ഈ പൈസ വെച്ചിരുന്നത് ഇവർക്ക് 100-200 തരാറുണ്ടല്ലേ? അപ്പൊ പൈസ വീട്ടിലെ ചെലവിന് തരുന്നതല്ല, ഇവര് പണിക്കാര് വരുമ്പം സെൽവൻ അവിടെ ഇല്ലാത്ത സമയത്തായാലും അവർക്ക് ആഹാരം തരുന്നതിന് നിങ്ങൾ സ്വരുക്കൂട്ടി വെക്കുന്ന പൈസയാണ്. അല്ല,
ഈ അവർക്ക് കൊടുക്കാനായിട്ട് കൊടുക്കുന്ന പൈസ. ചിലപ്പം ഈ മൊത്ത പൈസ കിട്ടുമ്പം ലക്ഷങ്ങൾ കൊണ്ട് കൈ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പൈസയും നമുക്കുള്ളതല്ല. ഈ പണിക്കാരുടെ ആവശ്യത്തിനല്ലേ പണി സാധനങ്ങൾ മേടിക്കാറുള്ളത്. അപ്പം ഹിന്ദിക്കാരും തമിഴ്നാട്ടുകാരും ഒക്കെയാണ് പണിയുന്നത്. അവർക്ക് വൈകുന്നേരം ആകുമ്പോൾ ഈ മദ്യപിക്കുന്നവരൊക്കെ ആണോ, അവർക്ക് വെളിയിൽ നിന്ന് ചിലവിന് വേണ്ടിയിട്ട് 100, 200 ഒരു വ്യക്തി വന്ന് ചോദിക്കും. അപ്പം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കൈ തരുന്ന ആളില്ലാത്ത സമയത്ത് വീട്ടിൽ വരുന്നത്. വിശ്വാസം സെൽവന് ബിന്ദുവിനോടുണ്ട്. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരു പൈസ എന്റെ സെൽവൻ തരുന്ന എത്ര ലക്ഷം തന്നാലും ഞാൻ അതിന് എന്റെ ആവശ്യം എന്ന് പറഞ്ഞ് ഞാൻ 1 രൂപ എടുത്തിട്ടില്ല. എന്റെ ആവശ്യത്തിന് എനിക്ക് 1 രൂപ വേണം. ഞാൻ ഇതുപോലെ എന്തെങ്കിലും 10, 200 തയ്ച്ചുണ്ടാക്കുന്നതല്ലാതെ എനിക്കെന്ന് പറഞ്ഞ് സെൽവൻ 1 രൂപ തരത്തില്ല. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഫോൺ 0471 2386 510.